താനീ കല്യാണം നടത്തുമെന്ന് നമുക്ക് കാണാം. വളരെ ശോഭിച്ചിട്ടാണല്ലോ അനന്തരം പോയത്. അത് പിന്നെ അവൻ ഈ ട്രാവൽ ഏജൻസി തുടങ്ങാൻ നേരത്ത് എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിയിരുന്നേ. കല്യാണത്തിന് ആവശ്യം വന്നപ്പോ അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഇപ്പൊ തരാനില്ലെന്ന്. ഞാൻ ആ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചു. അതിന്റെ ദേഷ്യത്തിലാ. വരൂ ഇരിക്കൂ. അപ്പൊ ഈ കല്യാണം നടത്തുന്നത് കാണുമല്ലോ നാം പറഞ്ഞത്. അത് അവൻ അങ്ങനെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാ. അർഹിക്കുന്നതല്ലേ ആഗ്രഹിക്കാവൂ. കാണാൻ പറ്റിയ ഒരു കോലമുണ്ടോ അവന്? അപ്പൊ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഗോവിന്ദൻകുട്ടി അടങ്ങിയിരിക്കുമെന്ന് അമ്മാവൻ കരുതുന്നുണ്ടോ? അതിപ്പോ അവൻ വിചാരിച്ചാൽ അത്രയ്ക്ക് നിസ്സാരമായിട്ട് അവനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മാവൻ എത്രയും പെട്ടെന്ന് എന്റെ വല്യച്ഛനെ കാണണം. ഈ വിവാഹത്തിന് ഇങ്ങനെ ചില ഭീഷണികൾ ഉണ്ടെന്നും അതുകൊണ്ട് നിർബന്ധമായും ചടങ്ങിൽ സംബന്ധിക്കണമെന്നും അദ്ദേഹത്തോട് പറയണം. MD കല്യാണത്തിന് വരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ശങ്കരൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. എല്ലാം ഭംഗിയാവണമെങ്കിൽ ചിലപ്പോ പോലീസിന്റെ സഹായം കൂടി വേണ്ടി വന്നേക്കും. പോലീസ് എസ്കോർട്ടിന്റെ ഒന്നും ആവശ്യം വേണം. ചില സന്നാഹങ്ങൾ ഉണ്ടായേ പറ്റൂ. കല്യാണ പാർട്ടി ഗുരുവായൂരേക്ക് യാത്ര തുടങ്ങുന്നത് മുതൽ ഗായത്രിയും ഗോവിന്ദൻകുട്ടിയും തമ്മിൽ സ്നേഹമാണ്. അവർ തമ്മിൽ മോതിരമാറ്റം വരെ നടത്തിയതുമാണ്. അപ്പൊ പിന്നെ ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് അവളെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പുറപ്പെടുന്നത്? ഗായത്രി എന്റെ മകളാണ്. അവളെ എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ കെട്ടിച്ചു കൊടുക്കും. എന്തടിസ്ഥാനത്തിൽ? ഗോവിന്ദൻകുട്ടി മറ്റൊരു കല്യാണം കഴിച്ചു എന്നുള്ള ധാരണയിൽ അല്ലേ? തന്റെയൊക്കെ തലക്കകത്ത് കളിമണ്ണാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞതല്ലേ സീത ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയല്ല. അവൾ തെമ്മാടിത്തരം കാണിക്കുന്നു. പട്ടി എന്താ മൂന്ത ഇതൊക്കെ? എല്ലാം ഞാൻ പറയാം സാർ. സത്യത്തിൽ സീതാലക്ഷ്മി മൂന്ത ഒന്നും പറയണ്ട. ഇറങ്ങി വാടി. എല്ലാവരും ഉണ്ടല്ലോ. നന്നായി, വളരെ നന്നായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഫൽഗുന. എന്റെയും നിന്റെയും ആഗ്രഹം ഒരുമിച്ച് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വാക്ക് പറഞ്ഞതുപോലെ ആദ്യം നിന്റെ കാര്യം. ഇതല്ലേ നിന്റെ പെണ്ണ്? അതെ. മോളെ ചെല്ലി ഫൽഗു ചേട്ടനോട് ചെല്ലി. വാടാ.
എന്റെ കാര്യം സാരല്ലടാ. ഗായത്രി നീ തന്നെ. വേണ്ടടാ, എന്നെ വിശ്വാസമില്ലാത്ത അവൾ എനിക്ക് വേണ്ട. കാലെടുക്കാം. കഞ്ഞിയൊക്കെ കുടിക്കാറായോ? മുറിവിന്റെ ആഴം വെച്ച് നോക്കുമ്പോ രക്ഷപ്പെടുന്ന കാര്യം തന്നെ സംശയമായിരുന്നല്ലേ? അങ്ങനെയുള്ള ആൾ 5-ാം ദിവസം തന്നെ കഞ്ഞി, ചമ്മന്തിയും ഒരു ചുട്ട പപ്പടം കൂടെ ആവായിരുന്നു. ആരാ കഞ്ഞി ഉണ്ടെന്ന്? ഗോവിന്ദൻകുട്ടി അല്ലേ? ഈ കഥയിൽ ഈ കഞ്ഞി കൊണ്ടുവരാൻ ഗോവിന്ദൻകുട്ടിയാ യോഗ്യൻ. ഗായത്രി, ഗായത്രിക്ക് മൊത്തത്തിലൊരു ചമ്മലുണ്ടല്ലോ, കളഞ്ഞേക്ക്. ഒരു ഭാര്യയായി കഴിഞ്ഞാലെങ്കിലും ഈ സംശയം എന്ന് പറയുന്ന രോഗം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിലേ ജീവിതം നാശകോടാലേ പോവും. ആരാ മനസ്സിലായില്ല? ഞാൻ മുകുന്ദനെ കുത്തിയ രാഘവനില്ലേ, അയാളുടെ അനിയൻ. ഇന്നത്തെ പത്രം കണ്ടോ? സബ് ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജീപ്പിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഘവൻ എതിരെ ചീറിപ്പാഞ്ഞു വന്ന ബസ്സിനടിയിൽപ്പെട്ട് ചതഞ്ഞു മരിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ ചേട്ടന്റെ മരണത്തിനിടയാക്കിയവരോട് എനിക്ക് പകരം വീട്ടണം. എന്നോട് നുണ പറഞ്ഞവരെയും എന്നെ ചതിച്ചവരെയും തൊലച്ചിട്ടുണ്ട് ഞാൻ. ഒന്ന് എണീറ്റിരിക്കാൻ പ്രാപ്തിയായിക്കോട്ടെ എന്ന് കരുതി കാത്തിരുന്നാണ്. നിങ്ങൾ രണ്ടുപേരെയും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള അധികാരമില്ല. അത്യാവശ്യം നാടകം കളിക്കാൻ എനിക്കും അറിയാം സാറന്മാര്. ഇത് രാഘവന്റെ അനിയനോ അളിയനോ മച്ചമ്പിയോ ശേഷകാരനോ ഒന്നുമല്ല. ഇതാണ് എന്റെ മകളുടെ ഭാവി വരൻ, കമ്പനീസ് ന്യൂ MD മിസ്റ്റർ ദിനേശ് ഫ്രം USA. ഹലോ സർ. ഹലോ. ഹലോ. സാർ ഒരു 10 ദിവസം മുമ്പ് അമേരിക്കയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും ഗുരുതരാവസ്ഥയിലാവില്ലായിരുന്നു. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഉപകാരം കൂടി ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ഇവിടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു ഹോം ലോണിന് അപ്ലൈ ചെയ്തിരുന്നേ. അതിൽ ഭാര്യയുടെ വരുമാനം കാണിച്ചിരുന്നില്ല. ബാങ്കുകാർ അന്വേഷണത്തിന് വരുമ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞേക്കണേ.